ഹലോ. അപ്പോഴേ ഇന്ന് നമ്മളെ പാചകമൊന്നുമില്ല, കുറച്ച് പാചകം പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കാമെന്ന് കരുതി. നമ്മളിപ്പോൾ പോകുന്നത് പെരുമ്പാവൂർക്കാണ്. കഴിഞ്ഞ ദിവസം പോയ വീഡിയോ ഉണ്ടാ. അപ്പോൾ പോണ വഴിക്ക് കാക്കനാട് അളകാപുരി ഹോട്ടൽ അറിയാമോ? അവിടെ കയറിയിട്ട് ഞങ്ങൾ ചപ്പാത്തിയും കുറുമക്കറി പിന്നെ ഗ്രീൻ പീസ് കറിയും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 5 ചപ്പാത്തി മേടിച്ച് 3 ചേട്ടായി കഴിച്ച് 2 ഞാൻ കഴിച്ച്. ഇതിൻ്റെ കണക്ക് പറഞ്ഞാൽ എന്താണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറയട്ടെ. അങ്ങനെ അതൊക്കെ കഴിച്ച് പോയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇതേ പായസം വിൽക്കാനായിട്ട് 2 പെണ്ണുങ്ങൾ ഇരിക്കണം. എന്നാൽ പിന്നെ ഒരു ടിന്ന് പായസം മേടിച്ചിട്ട് പെരുമ്പാവൂർക്ക് പോകാമെന്ന് ഓർത്ത്. പിന്നെ കൈയും വീശി ചെല്ലണ്ടാലാന്ന് ഓർത്ത് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം അങ്ങോട്ട് മേടിച്ച്. അവിടെ നിന്ന് വട്ടം കറങ്ങണുണ്ടപ്പോൾ ആ ചേട്ടൻ തന്നെ വിചാരിച്ചു, ഈ പെണ്ണിനെ എന്താണ് ഫ്രൂട്ട്സ് വേണ്ടേ, ഇതെന്താണ് വെട്ടം കറങ്ങി വീഡിയോ എടുക്കണമെന്ന് ഓർത്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അയാൾ എന്തെങ്കിലും വിചാരിക്കട്ടെ. ഞാനങ്ങനെ വണ്ടി കയറി ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഞങ്ങൾക്ക് മാർഗ്ഗതടസ്സം സൃഷ്ടിച്ചു കൊണ്ടിട്ടതേ മറ്റേ കൊക്കോൻ്റെ ഇതില്ലേ, അതാ മഴയത്ത് വീണ് കിടക്കണം. പിന്നെ ചേട്ടായി ഇറങ്ങിയിട്ട് അതൊക്കെ വെട്ടി ഇതാക്കി അതിനെയൊക്കെ വകഞ്ഞ് മാറ്റി ഞങ്ങൾ ദേ വീടെത്തിയിട്ടുണ്ട്. ചെന്നപാടെ അമ്മച്ചിയുടെ കയ്യിലോട്ട് ക്യാരറ്റിൻ്റെ കിറ്റ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇത് കുനുകുന അരിഞ്ഞെടുത്ത് നമുക്ക് ക്യാരറ്റ് തോരനുണ്ടാക്കി ചോറ് വയ്ക്കാമെന്ന് പറഞ്ഞിട്ടാ. അപ്പം ഞാൻ നോക്കുമ്പോഴേ ആൾ തലയും കുമ്പിട്ടിരുന്നിട്ട് ക്യാരറ്റ് അരിയണേ. ഞാൻ പറയാം തല നിവർത്തി പിടിക്കാൻ വെച്ച്, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അമ്മായിമ്മ പോരാണെന്ന് വിചാരിക്കൂട്ടാന്ന് പറഞ്ഞു. ഇതൊക്കെ ഒന്നും ഇല്ലാട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, അമ്മച്ചിനൊന്ന് കളിയാക്കാൻ പറഞ്ഞതാണേ. അപ്പോഴേ ചോറിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറയാം, ഒരു കാറ്റ് വന്നിട്ട് നമുക്കൊരു സ്ഥലം വരുമ്പോൾ സബീനെന്ന് പറയും. എവിടെയെന്നറിയാമോ? വേറെ ഒന്നുമില്ല, ചിറ്റടയൊക്കെ അവിടെ ഇല്ലേ, ചന്ദ്രക്കലം മാങ്ങില്ലേ, ചന്ദ്രക്കാരൻ എന്തൊരു മാങ്ങ, ആ മാങ്ങയുടെ മരമുണ്ട്. അത് കാറ്റിന് ആ മാങ്ങയൊക്കെ താഴ്ത്ത് വീഴും. അപ്പം എല്ലാവരും പിറക്കാൻ പോകുമെന്ന് പറയും. അങ്ങനെ ഞാൻ അമ്മച്ചിയും കൂടി കാറ്റൊക്കെ മാറിയപ്പോൾ പിറക്കാനായിട്ട് പോയതാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് ചെറുപ്പത്തിൽ മാങ്ങ പിറക്കാൻ പോയ ഓർമ്മയൊക്കെയാണ് വന്നത്. അപ്പം എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ആകട്ടെ. നമുക്കേ ഇതുകൊണ്ട് വേറൊരു കാര്യം ചെയ്യാം. എന്തിനാണെന്നറിയാമോ? ഈ മാങ്ങ വെച്ചിട്ടാണ് ഞാൻ കടയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണേട്ടാ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ചെറിയ കിറ്റ് മാങ്ങയും കൊണ്ട് ഇവിടെ എന്തേ 1 കിറ്റല്ല 2 കിറ്റ്. പിന്നെ ഒരു ഷോ നടത്താൻ വേണ്ടിയിട്ട് ഇതേ മാങ്ങയൊക്കെ ഇങ്ങനെ ചീറ്റിച്ചൊക്കെ നിങ്ങളെ കാണിച്ച്, ശരിക്കും പറഞ്ഞാൽ മാങ്ങയൊന്നും ഇങ്ങനെ ഇതേപോലെ തിന്നണമെന്ന് എനിക്കിഷ്ടമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലെന്നൊക്കെ വിചാരിച്ചതേ കാണിച്ചതാണേ. അങ്ങനെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നേരെ പിന്നെ എറണാകുളത്തേക്ക് വെച്ച് പിടിക്കണേണ്. വേറെ ഒന്നുമല്ല, എനിക്ക് വൈകുന്നേരം ഒരു സ്ഥലം വരെ പോകണം. എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്കൊരു ബ്ലഡ് കുറവ് അതേപോലെ കൈകാലം ദിവസമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എക്സസൈസ് ചെയ്യണം, വീട്ടിലിരുന്ന് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല. കാരണം എനിക്ക് മടിയാണ്, തീറ്റയൊക്കെ കാണുമ്പോൾ പിന്നെയും തിന്നു പോകും. അങ്ങനെ ഞാൻ ജിമ്മിൽ പ്രാക്ടീസിന് പോകണേണ് ഇപ്പം. അതുകൊണ്ടിട്ടാണ് 2 ചപ്പാത്തിയിൽ ഉറപ്പിക്കിയത്. പക്ഷെ പായസം കണ്ടപ്പോൾ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി. ഒരു ഗ്ലാസ് പായസവും കുടിച്ചായിരുന്നിട്ട് അന്ന്. അപ്പം അതൊക്കെ പോട്ടെ. ആ പെണ്ണ് കേൾക്കണ്ട, നമ്മുടെ ജിമ്മിലെ ട്രെയിനർ. നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടാവും ഇതെന്താണ് കടയിലെ വിഭവങ്ങളായിട്ട് വന്നതിന് പകരം ജിമ്മിലെ ഇതും അതേപോലെ തീറ്റയും കൂടിയൊക്കെ കാണിക്കണം എന്താന്ന്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് മറ്റേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് ഇടാറുണ്ട്. പക്ഷേ എനിക്കൊന്നാമത്തേക്ക് നേരില്ലാട് പെണ്ണുങ്ങളെ, അതുകൊണ്ടിട്ടാണ് ചെയ്യാത്തേട്ടാ. അപ്പം ഇന്നാണെങ്കിൽ ഈ ഒരു വീഡിയോ കിടക്കാനുണ്ട്. എനിക്കാണെങ്കിൽ കൈയും കാലം വേദന എടുത്തിട്ടേ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല. അപ്പം പിന്നെ ഇതെങ്കിലും കാണിക്കാലോ എന്നോർത്ത് കാണിച്ചതാണ്. ഇനി അതും പറഞ്ഞിട്ട് നാളെ നമ്മുടെ വീഡിയോ കാണാണ്ടിരിക്കരുതട്ടെ. കാരണം എന്ന് വെച്ചാൽ നാളെ നമ്മുടെ കടയിലെ വിഭവമായിട്ട് ഓടി ഞാൻ എത്തുന്നതായിരിക്കും. മതിയാക്കാല ഈ വാചകം പറച്ചില്. അപ്പം ഞാൻ നിർത്തണേട്ടാ, നിർത്തി പോണേണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു.